മഹാഭാരതം സയൻസ് ഫിക്ഷനാണ് ശരിക്ക്. എങ്ങനെയാണ് കുന്തിക്ക് മക്കളുണ്ടായത്? എങ്ങനെയാണ് ഗാന്ധാരിക്ക് മക്കളുണ്ടായത്? 101 മണ്ണിൻ്റെ പാനിയിൽ ഒരു ഗർഭപിണ്ഡത്തെ, നിർജീവ വസ്തുവിനെ തുണ്ടം വെട്ടിയിട്ടിട്ട് വായ കെട്ടി വെച്ചിട്ട് അത് പൊട്ടിയിട്ടാണ് 101 പേരുണ്ടായത്. ഉണ്ടാവുമോ എവിടെയെങ്കിലും? 10 തലയുള്ള ഒരാളുണ്ടാവുമോ? 1000 ഭാര ഇരുമ്പ് കൊണ്ട് ഒരു ശൂലം കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടാവുമോ? ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ചാടുന്ന ഒരു കുരങ്ങൻ ഉണ്ടാവുമോ? ഇതൊക്കെ ഉണ്ടായി നമ്മൾ വിശ്വസിക്കണോ? ഇത് ഇമാജിനേഷനാണെന്ന് സമ്മതിക്കാൻ എന്താ ഇത്ര പ്രയാസം? എന്താ മടി? എന്തിനാ മടിക്കുന്നത്? രാമായണം, സീത എങ്ങനെയാണ് ഉണ്ടായത്? എവിടുന്നാണ് ഉണ്ടായത് സീത? ഒരാളിങ്ങനെ ഒഴുകുചാലെ ഒഴുതുകൊണ്ട് പോകുമ്പോൾ ഈ മരത്തവള കിടക്കുന്ന പോലെ ഒരു അപ്പ പ്രസവിച്ച കുട്ടി അവിടെ കിടക്കുകയാണ്. ഈ മണ്ണടർന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവുമോ? തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ടാവുക? ഒരിക്കലുമില്ല, സംശയിക്കാനേ ഇല്ല. സയൻസ് ഫിക്ഷൻ എന്നാണെന്ന് മാത്രമല്ല, അന്നത്തെ അധികാര ശ്രേണിയെ കളിയാക്കുന്ന പരിപാടികളായിരുന്നു, സാറ്റിറിക്കലായിരുന്നു. അധികാരം എന്നുള്ള ആശയത്തിനെതിരാണ് ഈ ഭയങ്കരമായ ഈ എഴുത്തുകാരുടെ അക്രമം. അധികാരത്തിനെതിരാണ്. അധികാരം എന്നൊരു സംഗതി കോൺസെപ്റ്റേ ഇല്ല, മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല, ടെനബിൾ അല്ല എന്നാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമൻ അവസാനമാകുമ്പോൾ സരയൂ നദി പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണോ വേണ്ടത്? ഒരു അവതാരം ചെയ്യുന്ന പണിയാണോ അത്? ആത്മഹത്യ. സീത എന്താ ഉണ്ടായത് അവസാനമാകുമ്പോൾ? അധികാരത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അവസാനമാകുമ്പോൾ സീതയെ കാണാൻ പോയിട്ട്, പരിത്യാജ്യമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പോയിട്ട് സീതയെ കാണാൻ പോയിട്ട് എന്താ പറയണത്? നീ വാൽമീകിയുടെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞ ആളാണ്, അത് വീണ്ടും ഒരു അഗ്നിപ്രവേശം ചെയ്യണമെന്നാണ്. വായിച്ചിട്ടില്ലേ? അത് കേട്ടിട്ടില്ലേ? അപ്പോഴാണ് സീത 2 കൈയും തലയിൽ വെച്ചിട്ട് അമ്മേ എന്നെ കൊണ്ടുപോകണേ എന്ന് പറയുന്നത്. ഭൂമി പിളർന്ന അടിയിലേക്ക് പോവുകയാണ്. ഉണ്ടാവുമോ എവിടെയെങ്കിലും? എന്നിട്ട് അവിടെ ചെന്നിട്ട് അയോധ്യയ്ക്ക് ചെന്നിട്ട് ആദ്യം ഇയാളുടെ ഗർവിൻ്റെ പുറത്ത്, അധികാരത്തിൻ്റെ പുറത്ത് എന്തോ ഒരു ശപഥം എടുത്തതിൻ്റെ പേരിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരും. ആകെ പോയി. അവസാനം അപ്പോൾ ഡിസില്യൂഷൻഡ് ആയിട്ട് ആൾ പുഴയിലിറങ്ങി ആത്മഹത്യ ചെയ്യാറ്. ഇതുപോലെ തന്നെയാണ് ഈ ഭീഷ്മർ അവസാനമാകുമ്പോൾ ശരശയ്യയെ കിടന്നിട്ട് ശ്രീകൃഷ്ണൻ കാണാൻ ചെല്ലുന്നുണ്ട്. ധർമ്മപുത്രരെയും കൂട്ടി പാണ്ഡവരെയും കൂട്ടിയിട്ട് കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും ഭീഷ്മരോട്, പിന്നെ അങ്ങ് യുധിഷ്ഠിരന് രാജധർമ്മം, മനസ്സിലായോ? രാജധർമ്മം എന്നാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ്. അങ്ങനെ ഒരു ധർമ്മം ഇല്ല ശരിക്ക്, അത് ഉപദേശിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭീഷ്മർ ചോദിക്കും, അത് കൃഷ്ണ നീ പറഞ്ഞാൽ പോരെ, നീയല്ലേ അതിന് യോഗ്യൻ. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് എന്താ അറിയോ? അല്ലല്ല, അങ്ങല്ലേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി, അങ്ങ് തന്നെ പറയണമെന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണോ ഈ കുരുക്ഷേത്രമൊക്കെ ആവശ്യമായത്, എന്തുകൊണ്ടാണോ ഈ വലിയ ബുദ്ധിമുട്ടൊക്കെ വന്നത്, അതിലേക്ക് നയിച്ച എല്ലാ ധർമ്മവും അതേപടി ധർമ്മപുത്രർക്ക് ഉപദേശിക്കുക. അപ്പോൾ വ്യാസൻ്റെ ഒരു ശ്ലോകമുണ്ട്, അപ്പുറത്ത് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നു എന്നാണ്. ആ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഗീതയൊക്കെ ഉപദേശിക്കുന്നത്. പ്രഹസൻ ഇവ എന്നാണ്. പരിഹസിച്ചിരിക്കുകയാണോ എന്ന് തോന്നത്തക്ക രൂപത്തിലാണ് അദ്ദേഹം ഇത് ഉപദേശിക്കുന്നത്. അധികാരം എന്നുള്ള കോൺസെപ്റ്റിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് ഇവർ. അതുപോലെ തന്നെ മതങ്ങളുടെ കാര്യത്തിലുണ്ട് ഈ പ്രശ്നം. ഒരു മതം എന്ന് പറഞ്ഞ സാധനം, ഹിന്ദു എന്നൊരു മതമില്ല ശരിക്ക്. ഗീത മുഴുവൻ ഉപദേശിച്ചിട്ട് അവസാനം ആകുമ്പോൾ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട്, അർജുന ഇതം തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമൃശ്യത് ഏതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇതാ അർജുന, നിനക്ക് ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യമായ അറിവ് പകർന്നു തന്നു കഴിഞ്ഞു. പക്ഷേ നീ ഇത് കമ്പോട് കമ്പ് വിമർശിച്ച് നോക്കിയിട്ട് നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേ ചെയ്യാവൂന്ന്. ഏതെങ്കിലും മതം പറയുമോ? നിങ്ങൾ ഇന്ന കാര്യം നീ ഇന്ന് ചെയ്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നല്ലേ പറയുള്ളൂ. ഇതങ്ങനെയല്ല.
അവരൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാനോ? ഈശ്വരൻ എന്ന് പറയുന്നതാണ്. ഈശ്വരൻ എന്താ ഉദ്ദേശിച്ച കുട്ടി? ട്രഡീഷണൽ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ ഈശ്വര വിശ്വാസിയല്ല. അല്ല അല്ല, ഇതൊക്കെ വിശ്വാസത്തിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബിംബങ്ങളാണ്. നഴ്സറി സ്കൂളാണ് ഭക്തി എന്നുള്ളത്. ഒരു നഴ്സറി സ്കൂൾ വികാരമാണ്. അതിൽ തന്നെ പോയി നിന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടുന്ന് കരകയറി പോകണം. യു ഹവ് ടു ഗോ ടു ദി ഹയർ ഗ്രേഡ്സ്. ജാതകത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല, ജാതകം പറ്റില്ല. എന്താ വെച്ചാൽ ഈ നമ്മൾ ഗ്രഹങ്ങൾ അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിലൊക്കെ ഉണ്ടാകുന്ന ചില ഓസിലേഷൻസ് ഒക്കെ പ്രവചിക്കാൻ പറ്റും. അപ്പോൾ കാലാവസ്ഥയ്ക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർവ്വതത്തിൻ്റെ കാര്യം, ഒരു പർട്ടിക്കുലർ മരത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അത് ആര് പറയുന്നതോ കള്ളം പറയുന്നു. സംശയമൊന്നുമല്ല. നേരത്തെ ഈശ്വരവിശ്വാസം ചോദിച്ചപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ടെന്നാണ്. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് താങ്കൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സയൻസിനെ ഇന്ത്യൻ മിത്തോളജിയുമായി റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ടും കൂട്ടിക്കലർത്താനോ അല്ലെങ്കിൽ സയൻസ് തന്നെയാണ് ഇന്ത്യൻ മിത്തോളജി എന്ന് വരുത്താനോ ഉള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അതിലൊരു വ്യത്യാസമുള്ളത്, ഇതിലൊരു ഡയലക്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ഉപനിഷത്തോ ഗീതയൊക്കെ പറയുന്ന ഒരു അറിവുണ്ട്, അടിസ്ഥാനമായിട്ടുള്ള അറിവുണ്ട്. വേദങ്ങളിൽ പറയുന്ന ഈ ക്രിയാമാർഗം എന്ന് പറയുന്ന കാര്യമുണ്ട്. യജ്ഞം, യാഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു വഴിയുണ്ട്. ഈ രണ്ട് വഴികളും കൂടി തമ്മിൽ എന്നും സമരത്തിലായിരുന്നു. ചാതുർവർണ്ണയൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഏതിൽ? ഈ പറയുന്ന തരത്തിലുള്ള ഈ ക്രിയാമാർഗത്തിൽപ്പെട്ടതാണ്, യാഗയജ്ഞാദികളിൽപ്പെട്ടതാണ്. അത് ഒന്ന് വല്ലാതെ ദൂഷിക്കുമ്പോൾ മറ്റേത് കയറി ആധിപത്യം സ്ഥാപിക്കും, ഒരു റിനൈസൻസ് വരും. അങ്ങനെ അർജുനൻ്റെ കാലം, ഭാരതകാലം മഹാമോശമായപ്പോഴാണ് ഈ ഗീത അവതരിക്കുന്നത്. ഗീത വേദങ്ങളൊക്കെ തള്ളി പറയാണ് വാസ്തവം ചെയ്യുന്നത്. യാവാൻ അർത്ഥ ഉദവാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്നാണ്. അതായത് എല്ലാ വേദങ്ങളെ കൊണ്ടും അറിവുള്ള ഒരാൾക്കുള്ള പ്രയോജനം ലോകം മുഴുവൻ വെള്ളപ്പൊക്കമുള്ള കാലത്ത് ഒരു പൊട്ടക്കിണറ്റിലെ വെള്ളം കൊണ്ടുള്ളത് മാത്രമാണെന്നാണ്. മനസ്സിലായോ? ഒരു പൊട്ടക്കിണറ്റിലെ വെള്ളം കൊണ്ട് ആർക്കെന്ത് പ്രയോജനമുണ്ടോ, ഭൂമി മുഴുവൻ വെള്ളപ്പൊക്കമുള്ള കാലത്ത് അത്രയും പ്രയോജനമേ ഉള്ളൂ എല്ലാ വേദങ്ങളെ കൊണ്ടും എന്നാണ്. പിന്നെ സമത്വ സിദ്ധാന്തമുണ്ട്. അതിലേറെ നേരമ്പോക്കുള്ളൊരു കാര്യമാണത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനകൈജ ശോഭാകേജ പണ്ഡിത സമദർശിന. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും ആനയെയും, ഒരു ആനയെ പശുവിനെ തിന്നുന്നവനെയും, പശുവിനെയും പട്ടിയെ ഭക്ഷിക്കുന്നവനെയും ഒക്കെ തുല്യരായിട്ടാണ് കാണേണ്ടത് ബുദ്ധിയുള്ള ആൾ. ബ്രാഹ്മണനാണ് അതിലിരിക്കുന്നത്. അതാണ് ഈ എഴുത്തച്ഛൻ ഋതുവാർന്ന പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും എന്ന് പറയേണ്ട കാര്യം അധികാരമില്ലാണ്ട് പറയണതല്ല. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ടാവും. വീണ്ടും വന്നു ഈ പറയുന്ന ഒരുപാട് ജാതി മതങ്ങളും വ്യവസ്ഥിതികളും അനാചാരങ്ങളൊക്കെ വന്നപ്പോഴാണ് വീണ്ടും വന്നത്? ഭക്തി പ്രസ്ഥാനം വന്നത്. ഭക്തി പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ അധകൃതരുടെ പ്രസ്ഥാനമായിരുന്നു. ഈ സൂക്ഷ്മമായി പറഞ്ഞാൽ ഈ വേദവ്യാസൻ കർത്തവനാണ്, ശ്രീകൃഷ്ണനും കർത്തവനാണ്, രണ്ടുപേരും കർത്തവനാണ്. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അതിപ്പോൾ തന്നെ വന്നു. അപ്പോഴാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും വിവേകാനന്ദനും ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. ഈ റിനൈസൻസിൻ്റെ കാലം, അത് എഴുത്തച്ഛൻ്റെ കാലം തൊട്ട് ഇവിടെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കൂടെ റിനൈസൻസ് വന്നതാണ്. ആ റിനൈസൻസിൻ്റെ ഫലം ഇല്ലാണ്ടാക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന RSS വന്നിരിക്കുന്നത്. ഡയലക്റ്റിക്സാണ് ശരിക്കും. ഇപ്പോൾ ഈ ഡയലക്റ്റിക്സ് ഒരു ആഗോളാടിസ്ഥാനത്തിൽ ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് നോളജ് അവിടേക്ക് പോവുകയാണ്.
റെനൈസൻസിന്റെ ഇഫക്റ്റിനെ RSS നള്ളിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. റെനൈസൻസിന്റെ ഒരു ഇഫക്റ്റിനെ RSS നള്ളിഫൈ ചെയ്യുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. സംശയം വല്ലതും ഉണ്ടോ? മറ്റൊരു റെനൈസൻസിന് അതിന് പകരം വരുമോ? ഏതാ? ഇതിന് താങ്കൾ ഈ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇതൊരു സർക്കുലർ മോഷൻ ആണല്ലോ. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു റിനൈസൻസ് അതിൽ ആഗോളാടിസ്ഥാനത്തിൽ വരുമ്പോൾ അതൊക്കെ മങ്ങിപ്പോവും. ആഗോളാടിസ്ഥാനത്തിൽ ഈ അക്രമത്തിൻ്റെയും അതുപോലെയുള്ള ബാക്കിയുള്ള അപ്ലൈഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെയും ഒക്കെ ഒരു ഭാഗവും അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ വിവേകത്തിൻ്റെ വേറൊരു ഭാഗം കൂടെ ഇതേ ഡയലക്റ്റിക്കൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ റെസൊല്യൂഷൻ ഏത് ഭാഗത്തേക്കാണോ വരുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഭാഗത്തേക്കാവും വരിക. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം നമ്മളിങ്ങനെ എവോൾവ് ചെയ്ത് ഇത്രയും കോടി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നത് ഒരു ദുഷ്പ്രഭാവത്തിൽ എല്ലാവരും കൂടി ചാവാനായിരിക്കില്ലല്ലോ. ഇറ്റ് കാൺ ബി. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇന്ത്യയിൽ പണ്ട് നടന്നിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം, എന്നാൽ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും എല്ലാം വെസ്റ്റിലാണെന്നും വിശ്വസിക്കുന്ന വേറൊരു വിഭാഗം. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വാക്കോർ എപ്പോഴും ഇപ്പൊ കൂടുതലായി വരുന്നുണ്ട്. ഇതിൽ എവിടെയാണ് സത്യം? എന്താണ് ഇന്ത്യ ശാസ്ത്രപരമായിട്ട് വളരെ മുന്നോക്കം നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു? അങ്ങനെ ഒരു അതായത് അതിലൊരു ചെറിയ വാസ്തവമുണ്ട്, ഒരു ചെറിയ കള്ളമുണ്ട്. ഈ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ തെറ്റിപ്പോകുന്നതാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിയാണ്, സയൻസ് അല്ല. ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഒരിക്കലും ടെക്നോളജിയുടെ വഴിയിലേക്ക് പോയിട്ടില്ല. അപ്പുറത്തുള്ള ആൾക്കാർ ഫിലോസഫിയുടെ വഴിയിലേക്കും പോയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ഉപനിഷത്ത് പോലെ ഒരു കാര്യം, ഒരു ഗീത പോലെ ഒരു കാര്യം ഉണ്ടാക്കാൻ നമുക്ക് ലബോറട്ടറി ഒന്നും ആവശ്യമില്ല, അപ്ലയൻസസും ആവശ്യമില്ല, തല മാത്രം മതി. അപ്പോൾ ഈ അറിവിൻ്റെ കാര്യത്തിൽ രണ്ട് തരം അറിവുണ്ട്. മെറ്റീരിയലായിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള അറിവ്, ഐഡിയോളജിക്കലായിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത അറിവ്. ജീവിതം പ്രസക്തമല്ല അവർക്ക്. ഈ രണ്ട് ധ്രുവങ്ങളിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടായിരുന്നു. പുഷ്പക വിമാനമൊക്കെ കുട്ടി ഈ ആൾ കയറി പോയതല്ല, അത് ഇമാജിനേഷനിൽ പോയതാണ്. സംശയമില്ലാത്ത കാര്യമല്ലേ.